Dear friends, welcome to Learn English Grammar with Madhav Mash. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ക്ലോസിനെ കുറിച്ച് പറഞ്ഞു, പ്രത്യേകിച്ച് സബോർഡിനേറ്റ് ക്ലോസിനെ കുറിച്ച് പറഞ്ഞു. ഒരു വാചകത്തിൽ പൊതുവെ രണ്ട് തരം ക്ലോസുകളാണ് ഉണ്ടായിരിക്കുക, മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. മെയിൻ ക്ലോസ് എന്ന് പറയാൻ പറഞ്ഞു, അതിൻ്റെ പ്രവർത്തനം അനുസരിച്ച് പേര് മാറി വിളിക്കാറില്ല. എന്നാൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്ലോസ് ഓർ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. അപ്പോൾ ആ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് അത് ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് അതിന് മൂന്ന് തരത്തിൽ വിളിക്കാം. ദാറ്റ് മീൻസ് സബോർഡിനേറ്റ് ക്ലോസുള്ള വാചകം എപ്പോഴും ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. A complex sentence is a sentence which contains one main clause and one or more subordinate clause. അപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസിൽ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവും. സബോർഡിനേറ്റ് ക്ലോസിൻ്റെ ഫങ്ഷൻ എന്താണോ എന്ന് നോക്കിയിട്ടാണ് നമ്മളതിൻ്റെ പേരെടുത്ത് വിളിക്കുക. സബോർഡിനേറ്റ് ക്ലോസ് എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ അല്ലെങ്കിൽ ആരുടെ പ്രവൃത്തി ചെയ്യുന്നുവോ അതിനനുസരിച്ച് അതിനെ നൗൺ ക്ലോസ് എന്നോ അഡ്ജക്റ്റീവ് ക്ലോസ് എന്നോ ആഡ്വർബിയൽ ക്ലോസ് എന്നോ വിളിക്കും. നൗൺ ക്ലോസ് പറഞ്ഞാൽ നാമവാക്യം, അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണ വാക്യം, ആഡ്വർബിയൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ ക്രിയാവിശേഷണ വാക്യം. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് വാചകത്തിലെ ക്രിയാവിശേഷണത്തിൻ്റെ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ക്രിയാവിശേഷണ വാക്യമെന്നും, നാമത്തിൻ്റെ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നാമവാക്യമെന്നും, അഡ്ജക്റ്റീവിൻ്റെ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നാമവിശേഷണ വാക്യമെന്നും പറയും. അപ്പോൾ ഈ മൂന്ന് പേരിൽ അറിയപ്പെടുന്ന ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഒരു കോംപ്ലക്സ് സെൻറ്റൻസിൽ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ, ഈ അഡ്ജക്റ്റീവ് ക്ലോസും നൗൺ ക്ലോസും ആഡ്വർബിയൽ ക്ലോസും വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ പറയണ സെൻറ്റൻസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, വാചകം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ക്ലോസ് വേണം. ഒന്നോ അതിലധികമോ ക്ലോസുകൾ ഉണ്ടായാൽ വാചകം കോംപ്ലക്സ് സെൻറ്റൻസോ കോമ്പൗണ്ട് സെൻറ്റൻസോ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസോ ആയി മാറും. ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു സിമ്പിൾ സെൻറ്റൻസ് ആയി മാറും. അപ്പോൾ ഒരു സിമ്പിൾ സെൻറ്റൻസിനെ നമുക്ക് കോംപ്ലക്സ് ആക്കാനും കോമ്പൗണ്ട് ആക്കാനും പറ്റും. കോമ്പൗണ്ട് സെൻറ്റൻസിനെയും കോംപ്ലക്സ് സെൻറ്റൻസിനെയും നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ സെൻറ്റൻസ് ആക്കാനും പറ്റും. ഇവിടെ എളുപ്പമുള്ള മെത്തേഡുകൾ നമുക്കറിയാം. അപ്പോൾ അതിലേക്ക് വരണമെങ്കിൽ നമുക്ക് ആദ്യം ക്ലോസുകളെ തിരിച്ചറിയണം. അപ്പോൾ മെയിൻ ക്ലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. മെയിൻ ക്ലോസ് മൂന്ന് പേരിൽ അറിയപ്പെടുന്നു നമുക്കറിയാം. പ്രിൻസിപ്പൽ ക്ലോസ്, മെയിൻ ക്ലോസ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, മൂന്നും ഒന്ന് തന്നെ. അതേസമയം സബോർഡിനേറ്റ് ക്ലോസ് അത് ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് മൂന്ന് തരം: നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വർബിയൽ ക്ലോസ്. ശരി, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു നൗൺ ക്ലോസിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. നൗൺ ക്ലോസ് ഞാൻ പറഞ്ഞു, സബോർഡിനേറ്റ് ക്ലോസ് എന്തിൻ്റെ പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അതിനെ പേരെടുത്ത് വിളിക്കുക. അപ്പോൾ ഒരു നാമത്തിൻ്റെ പ്രവൃത്തി ഒരു ക്ലോസ് ഒരു വാചകത്തിൽ ചെയ്യുകയാണെങ്കിൽ അതിനെ നൗൺ ക്ലോസ് എന്ന് വിളിക്കാമല്ലോ. അതെ, ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരു ആപ്പിൾ തിന്നു. ഞാൻ എന്നുള്ള സബ്ജക്റ്റ്, തിന്നു എന്നുള്ള വെർബ്. എന്ത് തിന്നു? ആപ്പിൾ തിന്നു. അപ്പോൾ ആപ്പിൾ എന്നുള്ളത് ഒബ്ജക്റ്റാണ്, ഞാൻ എന്നുള്ളത് സബ്ജക്റ്റാണ്. അപ്പോൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും നാമങ്ങളാണ്. അപ്പോൾ നാമത്തിൻ്റെ പ്രവൃത്തി, അപ്പോൾ ഒന്നുകിൽ ഒരു ആ മെയിൻ ക്ലോസിൻ്റെ ആ വാചകത്തിലുള്ള മെയിൻ ക്ലോസിൻ്റെ ഒബ്ജക്റ്റായിട്ടോ അല്ലെങ്കിൽ സബ്ജക്റ്റായിട്ടോ ഒരു ക്ലോസ് ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നൗൺ ക്ലോസ് എന്ന് വിളിക്കാം. ചിലപ്പോൾ എപ്പോസിഷനായിട്ടും വരാം, ചിലപ്പോൾ പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റായിട്ടും വരാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാവുന്ന മാർഗം, ഒന്നുകിൽ അതൊരു സബ്ജക്റ്റിൻ്റെ പ്രവൃത്തി ചെയ്യും. സബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഒരു നാമമോ സർവനാമമോ ആയിരിക്കും. ഒബ്ജക്റ്റും ഒരു നാമമോ സർവനാമമോ ആയിരിക്കും. ഒബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്ന ആൾ സബ്ജക്റ്റും പ്രവൃത്തി അനുഭവിക്കുന്ന ആൾ ഒബ്ജക്റ്റുമാണ്. ആരെ, ആർക്ക്, എന്ത്, എന്തിന് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. ഇത് നമുക്കറിയാം. അപ്പം ഞാൻ ഇനി കുറച്ച് ഉദാഹരണങ്ങൾ പറയാൻ പോവുകയാണ്. ബോർഡിലേക്ക് പോകാം. ഇറ്റ് ഈസ് അൺസർട്ടൈൻ. നമുക്കറിയാം, ഇറ്റ് എന്നുള്ള സബ്ജക്റ്റ്, ഈസ് എന്നുള്ള വെർബ്, അൺസർട്ടൈൻ. ഇത് ഉറപ്പില്ലാത്തതാകുന്നു, ഒറ്റയ്ക്ക് നിൽക്കുമോ? ഇല്ലേ, നിൽക്കും. അത് ഉറപ്പില്ലാത്തതാകുന്നു, ഒറ്റയ്ക്ക് നിൽക്കും. വെൻ ഐ ഷാൽ റിട്ടേൺ, ഞാൻ എപ്പോൾ മടങ്ങി വരുമെന്ന്. ഇത് സബ്ജക്റ്റ്. ഷാൽ റിട്ടേൺ സിമ്പിൾ ഫ്യൂച്ചറിലുള്ള വെർബ്.
ഞാൻ എപ്പോൾ മടങ്ങി വരുമെന്ന്. എപ്പോൾ എന്നുള്ള കൺജങ്ഷൻ, ടൈമിനെ കാണിക്കുന്ന കൺജങ്ഷൻ. അപ്പൊ എന്താ ഉറപ്പില്ലാത്തത്? ഇറ്റ് ഈസ് അൺസർട്ടൻ. എന്താണ് ഉറപ്പില്ലാത്തത്? എന്ത്, ആരെ, ആർക്ക്, എന്ത് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അതായത് ഈ മെയിൻ ക്ലോസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ഈ സബോർഡിനേറ്റ് ക്ലോസ് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇത് ഒരു നൗൺ ക്ലോസ് ആണ്, നാമവാക്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എപ്പോഴാണ് നൗൺ ക്ലോസ് ആവുക? ഒന്നുകിൽ മെയിൻ ക്ലോസിന്റെ സബ്ജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മെയിൻ ക്ലോസിന്റെ ഒബ്ജക്റ്റ് ആയിട്ടോ പ്രവർത്തിക്കുമ്പോൾ അത് നൗൺ ക്ലോസ് ആയിട്ട് പ്രവർത്തിക്കും. ഇവിടെ എന്താ വന്നത്? ഈ മെയിൻ ക്ലോസിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ്. എന്തെന്നുള്ളത് എന്താ ഉറപ്പില്ലാത്തത്? ഞാൻ എപ്പോൾ മടങ്ങി വരുമെന്ന്. അപ്പൊ ഇത് മനസ്സിലായി. ഒബ്ജക്റ്റ് ആയി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇതൊരു നൗൺ ക്ലോസ് ആണ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റ്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയ, സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലായി. ഇത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, വെൻ ഐ ഷാൽ റിട്ടേൺ. ഇത് ഞാൻ നേരെ മറിച്ചിട്ടു. എപ്പോൾ ഞാൻ മടങ്ങി വരുമെന്ന്. ഒറ്റയ്ക്ക് നിൽക്കില്ല എന്ന ക്ലോസ് ആണെങ്കിലും ഇവിടുത്തോളം വരയ്ക്കണം. വെൻ ഐ ഷാൽ റിട്ടേൺ ഈസ് അൺസർട്ടൈൻ. അത് ഉറപ്പില്ലാത്തതാകുന്നു. എന്തുറപ്പില്ലാത്തതാകുന്നു? ഞാൻ എപ്പോൾ മടങ്ങി വരുമെന്ന്. അതായത് ഈസ് അൺസർട്ടൈൻ എന്നുള്ള ഈ പ്രെഡിക്കേറ്റിന്റെ സബ്ജക്റ്റ് ആയിട്ട് ഈ സബോർഡിനേറ്റ് ക്ലോസ് പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ മെയിൻ ക്ലോസിന്റെ സബ്ജക്റ്റ് ആയിട്ടാണ് സബോർഡിനേറ്റ് ക്ലോസ് പ്രവർത്തിക്കുന്നത്. അപ്പൊ സബ്ജക്റ്റ് ആയി പ്രവർത്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സബ്ജക്റ്റ് ആയി പ്രവർത്തിക്കുമ്പോഴും ഒബ്ജക്റ്റ് ആയി പ്രവർത്തിക്കുമ്പോഴും പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നൗൺ ക്ലോസ് ആയി മാറുന്നു. ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു ഈ ക്ലോസ്, ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ സർട്ടൈൻ എന്നുള്ള എന്താ അർത്ഥം? ഇറ്റ് ഈസ് സർട്ടൈൻ അതാണ് അർത്ഥം. വെൻ ഐ ഷാൽ റിട്ടേൺ ഈസ് അൺസർട്ടൈൻ. എന്നുള്ള സബ്ജക്റ്റ് ആണ് ഈ സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ സബ്ജക്റ്റ് ആയിട്ടോ ഒബ്ജക്റ്റ് ആയിട്ടോ പ്രവർത്തിക്കുമ്പോൾ നൗൺ ക്ലോസ് ആണ്. ഇനി വാട്ട് ഹി സെഡ്, അവൻ എന്തു പറഞ്ഞുവോ, അത് ഒറ്റയ്ക്ക് നിൽക്കുമല്ലേ? ഹി സെഡ് എന്നുള്ള സബ്ജക്റ്റും പറഞ്ഞു. വാട്ട് എന്നുള്ള കൺജങ്ഷൻ. വാസ് ട്രൂ, സത്യമായിരുന്നു. എന്ത് സത്യമായിരുന്നു? അവൻ പറഞ്ഞത്. അപ്പൊ ഈ വാസ് ട്രൂ എന്നുള്ള സിമ്പിൾ പാസ്റ്റിലുള്ള പ്രെഡിക്കേറ്റിന്റെ സബ്ജക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ആ സബ്ജക്റ്റ് ആയി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ വാട്ട് ഈ സെഡ് എന്നുള്ളത് നൗൺ ക്ലോസ് ആണ്, സബ്ജക്റ്റ് ആണ്. ഇനി ടെൽ മീ എന്നുള്ള സബ്ജക്റ്റ് ഏതാ? യു ടെൽ മീ. സാധാരണ നമ്മൾ അങ്ങനെ കൽപ്പനാജ്ഞ, പക്ഷേ ഇമ്പരേറ്റീവ് സെൻസിൽ സാധാരണ നമ്മൾ സബ്ജക്റ്റ് പറയാറില്ല. അവിടെ ഉണ്ട്, അണ്ടർസ്റ്റുഡ് ആണ്. കം ഹിയർ എന്ന് പറഞ്ഞാൽ യു കം ഹിയർ എന്നല്ലേ നമ്മൾ പറയാറില്ല യു എന്ന്. ടെൽ മീ എന്ന് പറഞ്ഞാൽ യു ടെൽ മീ, നിങ്ങൾ എന്നോട് പറയുക. ഒറ്റയ്ക്ക് നിൽക്കില്ലേ? നിൽക്കും. വൈ യു സ്റ്റേ ദർ, എന്തുകൊണ്ട് നിങ്ങൾ അവിടെ താമസിക്കുന്നു എന്ന് നിങ്ങൾ എന്നോട് പറയുക. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ താമസിക്കുന്നു എന്നുള്ളത് യു ടെൽ മീ എന്നുള്ള ക്ലോസിന്റെ, യു ടെൽ മീ എന്നുള്ളതിന്റെ മെയിൻ ക്ലോസിന്റെ ഒബ്ജക്റ്റ്. അപ്പൊ ആരെ, ആർക്ക്, എന്ത്, എന്തിനെ, ആരോട് എന്നൊക്കെ പറയും. യു ടെൽ മീ എന്താ പറയേണ്ടത്? വൈ യു സ്റ്റേ ദർ അവിടെ. അപ്പൊ എന്ത് എന്നുള്ളത് പറയുന്നു. അപ്പൊ ഈ മെയിൻ ക്ലോസിന്റെ ഒബ്ജക്റ്റ് ആണ് ഒബ്ജക്റ്റ് ഓഫ് ദ സെന്റൻസ്. ഇനി നോ വൺ നോസ്, ആർക്കും അറിയില്ല. ഒറ്റയ്ക്ക് നിൽക്കുമല്ലേ? നിൽക്കും. ഇതാണ് മെയിൻ ക്ലോസ്. ഹൂ ഈസ് ഹി, ഹൂ ഈസ് എന്താ ആർക്കും അറിയാത്തത്? അവൻ ആരാകുന്നു എന്നുള്ളത് ഇവിടെയും ഒബ്ജക്റ്റ് തന്നെ. അപ്പൊ അഞ്ചാമത്തെ വാല്യം. ഇനി ആസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? വെറും വെർബലുള്ള സബ്ജക്റ്റ് കൂട്ടോ. യു ആസ്ക് ഇഫ് ഹി ഈസ് അറ്റ് സ്കൂൾ. എന്ന് പറഞ്ഞ അർത്ഥം ആസ്ക് എന്താ ചോദിക്കേണ്ടത്? അവൻ സ്കൂളിലാണോ അല്ലയോ എന്ന് ചോദിക്കുക. യു ആസ്ക് ഇഫ് ഹി ഈസ് അറ്റ് സ്കൂൾ. അവൻ സ്കൂളിലാണോ അല്ലയോ എന്ന് എന്താ ചോദിക്കേണ്ടത്? അവൻ സ്കൂളിലാണോ അല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുക. മെയിൻ ക്ലോസ് യു ആസ്ക്. ഇഫ് ഹി ഈസ് അറ്റ് സ്കൂൾ എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ്. ഇത് ഒബ്ജക്റ്റായി പ്രവർത്തിക്കുന്നത് കൊണ്ട്, ഈ മെയിൻ ക്ലോസിന്റെ ഒബ്ജക്റ്റായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇത് ഒരു നൗൺ ക്ലോസ്. അപ്പോൾ ഒരു വാചകത്തിൽ, ഇനി നമുക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കാം, ഒരു വാചകത്തിൽ മെയിൻ ക്ലോസിന്റെ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയി പ്രവർത്തിക്കുന്ന സബോർഡിനേറ്റ് ക്ലോസിനെ നമുക്ക് നൗൺ ക്ലോസ് എന്ന് വിളിക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് എഴുതിയെടുത്ത് പഠിക്കുക. ഇത് നൗൺ ക്ലോസുകളാണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ 4-5 വാചകം എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ വാചകങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും
ഈ നോൺ ക്ലോസ് അല്ലാത്ത വാചകം കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞൊന്നുമില്ല. അഡ്ജക്റ്റീവ് ക്ലോസ് അഡ്വർബ് ക്ലോസ് പറഞ്ഞു തന്നതിന് ശേഷം മനസ്സിലാവുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇത് ഉറപ്പിച്ച് പഠിക്കുക, വീണ്ടും വീണ്ടും എഴുതി പഠിക്കുക. എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുക. എൻ്റെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.